അച്ഛനും അമ്മയും ഏക മകനും കൂടി ആത്മഹത്യ ചെയ്തു. കാരണം എന്തുവാ? കടബാധ്യത. പക്ഷേ ഇവിടെ വലിയൊരു സംഭവമാണ് നടന്നിരിക്കുന്നത്. ഈ കടങ്ങളെല്ലാം വാരിക്കൂട്ടിയത് ഈ പിതാവ് ഒരു പ്രത്യേക രീതിയിലാണ്, ഒരു പ്രത്യേക ട്രിക്ക് ഉപയോഗിച്ചാണ് ഈ കടങ്ങളെല്ലാം വാരിക്കൂട്ടിയത്. പക്ഷേ ഇതിൻ്റെ പിന്നിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. 22 വയസ്സ് മാത്രം പ്രായമുള്ള ഈ പയ്യനെ കൂടി എന്തിന് ആത്മഹത്യയിൽ തള്ളിയിട്ടു? അതുമാത്രമല്ല, കിട്ടിയ പണം മുഴുവൻ ഈ ഗ്രഹനാഥൻ എന്തു ചെയ്തു? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങളുള്ള ഈ കഥയാണ് ഇന്ന് പറയാൻ പോകുന്നത്. രാത്രി 10 മണിക്കാണ് അയൽവാസിയായ ഷിബു മണിലാലിനെ അവസാനമായിട്ട് കാണുന്നത്. കുറേ നേരം സംസാരിച്ച് അന്നത്തെ ജോലിക്കാര്യത്തിൻ്റെ കാര്യം, വീട് മാറുന്നതിനെ പറ്റി, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ച്. ഇപ്പോൾ തൊട്ടപ്പുറത്ത് ഭാര്യ സ്മിത നിൽപ്പുണ്ട്, മകൻ അഭിലാലൊക്കെ അപ്പുറത്ത് നിൽപ്പുണ്ട്. ഈ ഷിബു ഈ മണിലാലൊക്കെ അയൽവാസികളാണ്. ഒരു ഭിത്തിയുടെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ അപ്പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ ഈ ഷിബുവിനും അറിയാം, ഇപ്പുറത്ത് നടക്കുന്ന കാര്യം മണിലാലിനും അറിയാം. എന്ന് പറഞ്ഞാൽ പരസ്പരം ഭയങ്കര സ്നേഹത്തിലാണ് ഈ രണ്ട് വീട്ടുകാരും കഴിയുന്നത്. അങ്ങനെ ഈ ഗുഡ് നൈറ്റ് ഒക്കെ പറഞ്ഞ് ഈ മണിലാൽ ഉറങ്ങാനായിട്ട് പോയി. നേരം 10 കഴിഞ്ഞ് കാണും. അയൽവാസിയായ മണിലാലിൻ്റെ വീട്ടിൽ ഒരു വലിയ ബഹളം കേട്ടുകൊണ്ടാണ് ഷിബു ഞെട്ടി ഉണരുന്നത്. എന്തോ പരിചിതമില്ലാത്തൊരു ബഹളം. ആൾക്കാർ അങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് ഓടുന്ന ഒരു ബഹളം കേട്ടുകൊണ്ട് ഷിബു ആ വീട്ടിലേക്ക് ചെല്ലുകയാണ്. കാണുന്ന കാഴ്ച അത്യന്തം ഭീകരമായിരുന്നു. 3 പേരും രക്തം ഛർദ്ദിച്ചുകൊണ്ടിരിക്കുകയാണ്. മണിലാൽ, ഭാര്യ സ്മിത, അപ്പുറത്ത് അഭിലാലൊക്കെ രക്തം ഛർദ്ദിക്കുകയാണ്. എന്താണ് സംഭവിച്ചത് ഒരു പിടിയുമില്ല. 10 മണിക്ക് ജീവനോടെ കണ്ടതാണ്, ഇപ്പോൾ അബോധാവസ്ഥയിൽ കിടക്കുകയാണ്. ആൾക്കാരൊക്കെ താങ്ങിയെടുത്തുകൊണ്ട് ആശുപത്രിയിലേക്ക് പോകാനുള്ള ശ്രമത്തിനിടയിൽ ആ സത്യം അറിഞ്ഞു. 3 പേരും തൽക്ഷണം മരിച്ചിരിക്കുകയാണ്. എന്തോ വലിയ വിഷം, സയനൈഡ് പോലുള്ള എന്തോ വിഷം ജ്യൂസിൽ കലർത്തിയാണ് 3 പേരും ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. എന്താണ് സംഭവിച്ചിരിക്കുന്നത്? അവർക്ക് എന്താണ് പറ്റിയത്? ആരാണ് ഈ മരണത്തിന് ഉത്തരവാദി? ഒരു പിടിയുമില്ല. രാത്രിയിലാണ് സംഭവം നടക്കുന്നത്. എന്തായാലും മരണം ഉറപ്പിച്ചു. 3 പേരും തൽക്ഷണം മരിച്ചു. സംസാരിച്ചത് ഒരു 10 മണിയായിരിക്കും. 10 മണി രാത്രിയാണ് സംഭവം നടന്നത്. അതിന് മുമ്പേ സംസാരിച്ചുകൊണ്ടിരുന്നേനെ, ഇങ്ങോട്ട് പോകുമ്പോഴൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അപ്പോൾ എല്ലാവരും ആൾക്കാർ കൂടിയപ്പോഴാണ് നമ്മൾ വന്നത്. നോക്കിയപ്പം ഇങ്ങനെ അച്ഛനും മോനും അവരുമായിട്ട് വണ്ടി കൊണ്ടുപോയി. വേറെ അപ്പുറത്തുള്ള ചേട്ടൻ വണ്ടി കൊണ്ടുപോയി. ബാക്കി മറ്റേ ആ ചേട്ടൻ മാത്രം ഉണ്ടായിരുന്നു. ആ ചേട്ടൻ മാത്രം ഇത്തിരി സംസാരിച്ചുകൊണ്ടിരുന്ന് അപ്പോഴെന്നെ കുഴഞ്ഞ് വീഴുകയും ചെയ്തു. ആ ചേട്ടൻ നാടിനെ നടുക്കിയ ഒരു വലിയ ദുരന്തമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അച്ഛനും അമ്മയും കൂടെ 22 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പയ്യനുമാണ് ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. പയ്യനാണെങ്കിൽ പഠിക്കാനൊക്കെ മിടുക്കനാകട്ടോ. പോളിടെക്നിക്കൊക്കെ പാസ്സായി ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്ന സമയത്താണ് ഈ ഒരു ദുരന്തം അവനെ വേട്ടയാടിയിരിക്കുന്നത്. എന്തായാലും സംഭവിച്ചു. 3 പേരും ആത്മഹത്യ ചെയ്തു. അക്ഷരാർത്ഥത്തിൽ തനിച്ചായത് കുഞ്ഞൂസ് എന്ന് പറയുന്ന ഈ നായാണ് കേട്ടോ. ഈ വീട്ടിലെ ഒരു അംഗത്തെ പോലെയാണ് ഈ പട്ടി പെരുമാറിയത്. ഈ പറഞ്ഞ വീട്ടിലെ ഗ്രഹനാഥയായ ഈ സ്മിതയെ കൊണ്ട് ജോലിക്ക് വിടുന്നതും അതുപോലെ തിരിച്ചു കൊണ്ടുവരുന്നതൊക്കെ നായാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. എന്ന് പറഞ്ഞാൽ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുന്ന നല്ല അനുസരണയുള്ളൊരു പട്ടിയാണ്. ഇടയ്ക്കിടയ്ക്ക് ഈ നായ പുറത്തേക്കൊക്കെ ഇങ്ങനെ നോക്കും, വാതൊക്കെ വന്ന് ഇങ്ങനെ എത്തി നോക്കും. മതിൽ ചാരി നിന്ന് ആരെയൊക്കെ പ്രതീക്ഷിക്കുന്ന പോലെയൊക്കെ നമുക്ക് കാണാൻ പറ്റും. കാരണം വീട്ടുകാർ എവിടെയോ പോയതായിരിക്കും, ഉടൻ തിരിച്ചു വരിക എന്നുള്ള പ്രതീക്ഷയിലാണ് 2 ദിവസമായിട്ട് അരിയാഹാരം പോലും കഴിക്കാതെ ഈ വീട്ടിൽ തന്നെ കഴിയുന്നത്. അയൽവാസികളൊക്കെ എന്തെങ്കിലും കൊടുക്കും, കഴിച്ചൊന്ന് വരുത്തും. പക്ഷേ മതിയാവളം കഴിക്കുന്നില്ല. ശരീരം ആകെ ക്ഷീണിച്ചുള്ള ആ ഒരു പട്ടിയുടെ അവസ്ഥ കാണുമ്പോൾ നമുക്ക് വല്ലാത്തൊരു സങ്കടം തോന്നും. കുഞ്ഞു, നമ്മളൊക്കെ കൊണ്ട് പേടിക്കണ്ട കേട്ടാ. ഞാൻ ആഹാരമൊക്കെ കൊണ്ട് തരാം കേട്ടാ. ഇന്ന് ബിസ്ക്കറ്റൊക്കെ കൊണ്ടുവന്നില്ലേ? സെക്കൻഡ് കൈ കൊണ്ടാ. ഇവിടെ വന്ന് കണ്ടുള്ള പരിചയമാണല്ലോ. ഈ സ്ത്രീ പിന്നെ ഇവിടെ പോകുമ്പോൾ ജൗളിക്കടയിൽ പോകുമ്പോൾ അങ്ങ് വരെ കൊണ്ടുവിട്ടിട്ട് തിരിച്ചു വരും. അതുപോലെ അവർ ഭരണ സമയം നോക്കി എന്നിട്ട് അതുപോലെ തിരിച്ച് വിളിച്ചുകൊണ്ട് വരും. കുടുംബസഹിതം ആത്മഹത്യ ചെയ്തു. പ്രത്യക്ഷത്തിൽ എന്തായിരിക്കും കാരണം? കടം, അല്ലേ? അതാണല്ലോ നമ്മുടെ നാട്ടിൽ നടക്കുന്ന സംഭവങ്ങൾ. ഇങ്ങനെയുള്ള ആത്മഹത്യ വരുമ്പോൾ നമ്മൾ ചിന്തിക്കുന്ന ഒറ്റ കാര്യം, അത് കടബാധ്യത തന്നെയായിരിക്കും. ഇവിടെയും ഇത് തന്നെയാണ് സംഭവിച്ചത്. പക്ഷേ ഇവിടെ ഒരു വ്യത്യാസമുണ്ട്. 10-22 വയസ്സുള്ള പയ്യനാണ്. അവൻ പോളിടെക്നിക് കഴിഞ്ഞ് നിൽക്കുവാണ്. നല്ല മിടുക്കനാണ്, അത്യാവശ്യം പഠിക്കാനൊക്കെ മിടുക്കനായ പയ്യൻ. ജോലി കിട്ടാനുള്ള സാധ്യതയുണ്ട്. ആ മകനെ കൂടി ഈ അച്ഛനും അമ്മയും ആത്മഹത്യയിലേക്ക് വലിച്ചിഴക്കാനുള്ള കാരണം എന്തായിരിക്കും? അപ്പോൾ എന്തെങ്കിലും വ്യക്തമായ ഒരു കാരണം ഉണ്ടായിരിക്കും, അല്ലേ? അത് ഉറപ്പായിരിക്കും. ഇവിടെ ഒരു കാര്യം വ്യക്തമാണ്. ആദ്യമേ തന്നെ ഈ മണിലാലും ഈ സ്മിതയും ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു. അതിലേക്ക് ഈ മകനെ കൂടി വലിച്ചിഴയ്ക്കുമായിരുന്നു. അവന് ജ്യൂസിൽ വിഷം കൊടുത്തു. അതായത് സയനൈഡ് പോലുള്ള എന്തോ വിഷം ജ്യൂസിൽ കലർത്തി അവൻ അറിയാതെ കുടിച്ചു. അങ്ങനെ അവനും മരിച്ചു. അതാണ് ഇപ്പോൾ പോലീസ് പുറത്തു പറഞ്ഞിരിക്കുന്നത്. എന്തായിരിക്കും കാരണമല്ലേ? നിങ്ങളെപ്പോലെ അതറിയാൻ എനിക്കൊരു ആഗ്രഹമുണ്ട്. കാരണം അച്ഛനും അമ്മയ്ക്കും ഒറ്റ മകനാണ്, പ്രത്യേകിച്ച് ബാധ്യതയൊന്നുമില്ല, അയാൾക്ക് ജോലിയുണ്ട്, ഈ പറഞ്ഞ ഭാര്യ സ്മിതയ്ക്ക് ഒരു ടെക്സ്റ്റൈൽസ് ജോലിയുണ്ട്. അങ്ങനെ പോകുന്ന ഈ കുടുംബത്തിന് എന്തായിരിക്കും വിഷയം? അതൊരു വലിയ കഥയാണ്. ഈ മണിലാൽ ഒരു MLAയുടെ ഡ്രൈവറായിട്ട് ജോലി ചെയ്യുകയാണ്. പക്ഷേ ഈ മണിലാൽ നമ്മൾ വിചാരിക്കുന്ന കക്ഷിയല്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഈ MLAയുടെ ഡ്രൈവർ സ്ഥാനം ഉപയോഗിച്ചുകൊണ്ട് പല കള്ളത്തരങ്ങളും ഇയാൾ കാണിച്ചു കൂട്ടിയെന്നാണ് അയൽവാസികളൊക്കെ പറയുന്നത്. അയാൾ ഫ്രോഡാണ്, സത്യം ഒന്നും പറയത്തില്ല, കള്ളം പറയും. ഇയാൾ MLAയുടെ ഡ്രൈവറായിരുന്നെന്ന് പറയും.
പിന്നെ ഇയാൾ ചെയ്യാത്ത പണിയൊന്നുമില്ല. പിന്നെ യമക എസ്കോട്ടിലെ ജനറൽ മാനേജരായിരുന്നു, പിന്നെ അവിടെ ഇതായിരുന്നു ഇവിടെ ഇതായിരുന്നു എന്നൊക്കെ പറയും. പല ആളുകളിൽ നിന്ന് കാശുകൾ വാങ്ങിച്ചിട്ടുണ്ട് ഇയാൾ. ആ, ഇവിടെ നിന്ന് ഒരു ഭാര്യയും ഭർത്താവും കൂടി ഇവിടെ വന്ന് നിന്ന് അവർ എന്നത്ര 3 ലക്ഷം രൂപ വാങ്ങിച്ചിട്ടുണ്ട്. പല ആളുകളിൽ നിന്ന് കിട്ടണവരെ നിന്നൊക്കെ വാങ്ങിക്കും. അതൊക്കെ അതൊരു പ്രത്യേക ട്രിക്കുണ്ട്. കേട്ടല്ലോ, ഈ അയൽവാസിയായ അമ്മാവൻ പറയുന്നത് പല പല പേരുകളിൽ പല പല ഡെസിഗ്നേഷനുകളിൽ പല പല തട്ടിപ്പ് നടത്തിയെന്നാണ് ഈ അയൽവാസികളൊക്കെ പറയുന്നത്. അതായത് ചിലരോട് പറയും ഞാൻ GM ആണ്, ചിലരോട് പറയും ഞാൻ റിയൽ എസ്റ്റേറ്റ് നടത്തുകയാണ്, ചിലരോട് പറയും ഞാൻ കമ്പനി സൂപ്പർവൈസറാണെന്നൊക്കെ പറഞ്ഞ് പലരിൽ നിന്ന് ലക്ഷങ്ങൾ ഇയാൾ കടമായിട്ട് വാങ്ങിച്ചു, അല്ലെങ്കിൽ പല രീതിയിൽ വാങ്ങിച്ചു എന്നാണ് ഇവരൊക്കെ പറയുന്നത്. എന്തായാലും ഇതൊരു വലിയ ബാധ്യതയായി. ഇദ്ദേഹത്തെ പോലും, അതായത് ഈ അയൽവാസിയായ അമ്മാവനെ പോലും ഇദ്ദേഹം തട്ടിപ്പിന് ഇരയാക്കാൻ ശ്രമിച്ചു എന്നാണ് ഇദ്ദേഹം പറയുന്നത്. എൻ്റെ അടുത്തൊരു പിന്നെ 35 രൂപ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു വണ്ടി ഇരിക്കുന്നത് കാണിട്ട് ഞാനും കൂടി വന്ന് വണ്ടി നോക്കി വില കൊടുത്ത് വാങ്ങിക്കാം, അല്ല ഞാൻ ആരെങ്കിലും കാശ് കൊടുക്കില്ലെന്ന് പറഞ്ഞു. അയ്യോ സോമൻ സാറേ പിറ്റേ ദിവസം പറഞ്ഞു അത് വിറ്റ് കഴിഞ്ഞ് എന്ന് പറഞ്ഞു. ഭാര്യ സ്മിതയ്ക്കും ഇതിൽ വ്യക്തമായ റോൾ ഉണ്ടെന്നാണ് ഈ നാട്ടുകാരൊക്കെ പറയുന്നത്. കാരണം പലരോടും പൈസ ചോദിക്കുന്നത് ഈ സ്മിതയായിരിക്കും. സ്മിതയെ കൊണ്ട് ചോദിപ്പിക്കുന്ന ആരാ? മണിലാലാണ്. അങ്ങനെ പല പല കള്ളങ്ങളൊക്കെ പറഞ്ഞ് പലരിൽ നിന്ന് ലക്ഷങ്ങൾ ഇവർ വാങ്ങിച്ചെടുത്തു എന്നാണ് നാട്ടുകാരൊക്കെ പറയുന്നത്. അവളെ കൊണ്ട് വാങ്ങിപ്പിക്കും ഓരോരുത്തരെന്ന്. അത് ആ സ്ത്രീയും സത്യം പറയില്ല. ഒരു ഭാര്യയും ഭർത്താവും കൂടി ഇവിടെ വന്ന് നിന്നപ്പോൾ എന്താ അവർ കൂടെ വന്ന് നിന്നത്, മൊബൈലും ഒക്കെ വെച്ചും കൊണ്ട് പിന്നെ നീ ഇവിടെ നില്ല്, പിന്നെ ഞാൻ പോവാന്നൊക്കെ പറയാം. അത് വേറെ ജോലിയൊന്നും ഇല്ലാതെ എന്നൊക്കെ അവരും പറയും. ആകെ പ്രാടാണ് പിന്നെ അല്ലാതെ. കടബാധ്യത കാരണമാണ് ഇവർ ആത്മഹത്യ ചെയ്തതെന്നാണ് എല്ലാവരും പറയുന്നത്. പക്ഷേ ആ കടം വാങ്ങിച്ച പൈസ എവിടെയാണ്? ഇവർ താമസിക്കുന്ന ഈ വീട് കണ്ടോ, ഇതൊരു വാടക വീടാണ്. ഒരു ചെറിയ സെറ്റപ്പിലുള്ള വലിയ അടച്ചുറപ്പില്ലാത്ത വലിയ സെറ്റപ്പില്ലാത്തൊരു വീടാണ്. ഇങ്ങനെ ഈ ഇത്രയും പൈസ വാങ്ങിച്ചവർക്ക് നല്ലൊരു വീട്ടിലേക്ക് മാറിക്കൂടായിരുന്നു, അല്ലെങ്കിൽ വീട് വാങ്ങിച്ചൂടായിരുന്നു, അല്ലെങ്കിൽ ഒരു വീട് വെച്ചുകൂടായിരുന്നു, സ്ഥലങ്ങൾ വാങ്ങിക്കൂട്ടായിരുന്നല്ലോ. അങ്ങനെ ഒന്നും ഇവിടെ സംഭവിച്ചിട്ടില്ല. റിയൽ എസ്റ്റേറ്റിൽ ഒരുപാട് പൈസ ചെലവഴിച്ചു എന്നാണ് പലരും വിശ്വസിക്കുന്നത്, പറയുന്നത്. അങ്ങനെയാണെങ്കിലും ഇവർക്ക് മരിക്കേണ്ട സാഹചര്യം വരുന്നില്ല. ഒറ്റ മകനേ ഉള്ളൂ, വേറെ ബാധ്യത ഒന്നുമില്ല. ഒരുപാട് ചോദ്യങ്ങൾ ഇതിൻ്റെ പിന്നിൽ ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട്. ഇവർ ഈ വാങ്ങിക്കൂട്ടിയ പൈസയൊക്കെ എവിടെ ചെലവഴിച്ചു? ആ പൈസ എന്തിനു വേണ്ടി ഉപയോഗിച്ചു? അല്ലേ? പറയുന്ന കേട്ടിടത്തോളം ഇവർ അവിടെ ഒരു തുണിക്കടയിൽ ഈ സ്ത്രീ നിൽക്കുകയായിരുന്നു. ഈ പെണ്ണുങ്ങളെല്ലാം കൂടി ചേർന്നിട്ടൊരു പിന്നെ എന്തൊരു ചിട്ടിയോ എന്തൊരു ഒരു കുറേ ഒരു പരിപാടിയുണ്ട്, അയൽക്കൂട്ടം പോലത്തെ ഒരു ഇതുണ്ട്. അങ്ങനെ ഇവർ ഒരു ലോൺ എടുത്ത് സുശീല എന്ന് പറഞ്ഞൊരു സ്ത്രീക്ക് കൊടുത്തു എന്നൊക്കെ ഇവിടെ സംസാരമാണ്. ചുരുക്കി പറഞ്ഞ ഇത്രയേ ഉള്ളൂ. കടം കുന്തം പോലെ തലയ്ക്ക് മുടി വന്ന് നിൽക്കുവാണ്. കടം കയറി മുടിഞ്ഞു എന്നൊക്കെ പറയുമല്ലോ, ആ ഒരു അവസ്ഥയിലേക്ക് മണിലാലും ഭാര്യയും വീണ് കഴിഞ്ഞ്. ഇനിയിപ്പോൾ നാട്ടിൽ നിൽക്കാനൊക്കെ അവസ്ഥയായി. പല വീടും മാറിയിട്ടാണ് ഇവിടേക്ക് വന്നത്. വാടക വീടാണ് താമസിക്കുന്നത്. നാട്ടുകാരൊക്കെ അറിഞ്ഞു കഴിഞ്ഞു. പുറത്തിറങ്ങിയുള്ള മാനക്കേടൊക്കെ ഇവരെ അലട്ടി കാണും. അങ്ങനെ ഈ ഭാര്യയും ഭർത്താവും ഒരു തീരുമാനമെടുത്തു, ഇനി ജീവിച്ചിരുന്നിട്ട് ഒരു കാര്യവുമില്ല. അപ്പോൾ നേരത്തെ തന്നെ അവരെന്തോ കരുതിയിരുന്നറിയാമോ? ഈ സൈനൈഡ് പോലെയുള്ള മാരകമായിട്ടുള്ളൊരു വിഷം ഇവർ കരുതിയിരുന്നു. പക്ഷെ മകനെ തന്ത്രപൂർവ്വം അന്ന് രാത്രിയിൽ തന്നെ ജ്യൂസും കൊടുത്തു, അതിലേക്ക് ഒഴിച്ചു, അവനെയും വകവരുത്തു എന്നുള്ള ഉദ്ദേശമായിരുന്നു ഈ മാതാപിതാക്കൾക്കുള്ളത്. ആ വഴിയിലേക്ക് മകനും വന്നു. അങ്ങനെ 3 പേരും മരണത്തിന് കീഴടങ്ങി. ഈ കടബാധ്യത കാരണമാണെന്ന് വിചാരിക്കുന്നുണ്ടോ? സാധ്യത കുറവായിരുന്നു, എന്നാലും അത് ചെയ്യേണ്ടായിരുന്നു. അതാണ് അങ്ങനെയാണ് പറയണത്. കടബാധ്യത ആരോ കുറേ പേര് റിയൽ എസ്റ്റേറ്റ് ആരോ എന്തോ ചെയ്തിട്ടുണ്ട്, പൈസ കുറേ കൊടുത്തിട്ടുണ്ട്, അവർ തന്നില്ല തിരിച്ച് എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഷിബു ഇനി ഈ വീട്ടിൽ നിൽക്കുന്ന യാതൊരു ലക്ഷണവും ഇല്ല കേട്ടോ. അയാൾ അത്രയ്ക്കും പേടിച്ചു. ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും ആ 3 രൂപമാണ് ഇപ്പോൾ ഷിബുവിൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്നത്. അവസാനമായിട്ട് ഷിബു ഈ 3 പേരും കണ്ടതാണ്, എന്തൊക്കെയോ സംസാരിച്ചതാണ്. ആ 3 പേര് ഇപ്പോൾ ഭൂമിയിൽ ജീവനോടെ ഇല്ല. ആ ഒരു യാഥാർത്ഥ്യം എങ്ങനെ ഉൾക്കൊണ്ട് ആ വീട്ടിൽ ജീവിക്കാൻ പറ്റും ഷിബുവിനും? ഇനിയിപ്പോൾ ഇവിടെ നിൽക്കുന്നില്ല, എന്തായാലും പേടിയാ. അങ്ങനെയാണ് അങ്ങനെ നീ കാരണം ഉറങ്ങാൻ പറ്റില്ല രാത്രി. അവരെ ഓർമ്മ വരും. നമ്മൾ വെളിയിൽ നോക്കുമ്പോൾ അവരെപ്പോഴും നിന്ന് സംസാരിക്കുന്ന ഓർമ്മ ഓടുകയുള്ളൂ. ഇങ്ങോട്ട് നടന്നാൽ അവരെ ഓർമ്മ വരുള്ളൂ, എപ്പോഴും ഓർമ്മ വരും. അടുത്ത് കിടക്കുകയാണെങ്കിൽ അവിടെ നിന്ന് സൗണ്ട് കേൾക്കും. കാരണം അവർ സംസാരിക്കുന്ന കേൾക്കാം. നമ്മൾ എന്തിനാണെന്ന് അവിടെ നിന്ന് ചോദിക്കും, ഇവിടെ നിന്ന് ഇവിടെ അങ്ങനെ പറയും. അങ്ങനത്തെ പാവം കുഞ്ഞൂസ് എന്ന പട്ടി അല്ലേ, വളരെ ദയനീയമായ കാഴ്ചയാണ് ആ പട്ടിയുടേത്. വളരെ പ്രതീക്ഷയോടെ ദൂരത്തേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുവാണ്. വളരെ അകലെ നിന്ന് തൻ്റെ യജമാനന്മാർ വരുന്നു എന്നുള്ള ആ ഒരു നോട്ടത്തോടെ ആ പട്ടി ആ വീട്ടിൽ തന്നെ ഇപ്പോഴും ഇരിക്കുവാണ്. അതിന് സമയത്ത് ആഹാരം കൊടുക്കുന്നുണ്ടോ, വെള്ളം കൊടുക്കുന്നുണ്ടോ ഒന്നും അറിയത്തില്ല. എന്തായാലും ആരെങ്കിലുമൊക്കെ ആ പട്ടിയുടെ കാര്യം നോക്കട്ടെ, നമുക്ക് പ്രതീക്ഷിക്കാം. ഇവിടെ നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ടത് മറ്റൊരു വിഷയമാണ്, കടം. കടം നമ്മുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ അതോടെ നമ്മുടെ സമാധാനം പോയി എന്ന് മാത്രം വിചാരിച്ചാൽ മതി. കടം ഒരു തലവേദന തന്നെയാണ്. എന്നും അവർക്ക് കൊടുക്കണം, ഇവർക്ക് കൊടുക്കണം, അയ്യോ എന്തോ ചെയ്യും എന്നുള്ള ആവലാതിയിലായിരിക്കും നമ്മൾ ഓരോ ദിവസവും ജീവിക്കുന്നത്. അത് സമാധാന അന്തരീക്ഷം തകർത്തിരിക്കും. പിന്നെ നമ്മൾ നേരോടെ ഉണ്ടാക്കുന്ന പൈസ ഉണ്ടല്ലോ, അതിന് സ്ഥിരത ഉണ്ടാകും. നമുക്ക് ആരെയും പേടിക്കണം, നമുക്കത് അനുഭവിക്കാം. പക്ഷേ തട്ടിച്ചും വെട്ടിച്ചും ഉണ്ടാക്കുന്ന പൈസയ്ക്കുണ്ടല്ലോ ആയുസ് കാണത്തില്ല. നമ്മുടെ മുമ്പിൽ ഒരു എന്താ പറയുക ചീട്ട് കൊട്ടാരം പോലെ ആ പൈസയൊക്കെ തകർന്നടിയും. അതുകൊണ്ട് ഒരാളുടെയും ജീവിതത്തിൽ കടം ഒരു ബാധ്യതയാകലെന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.